അമ്മേ അമ്മേ അച്ഛന്റെ പേര് പേപ്പറിൽ വന്നിട്ടുണ്ട്. എവിടെ? But unfortunately, the thief escaped miraculously, and they caught hold of me, misunderstanding me as the thief, and handed me over to the police. പേപ്പറിൽ വന്ന കാര്യം എന്നോട് I was പറഞ്ഞില്ലല്ലോ. badly manhandled also. ഒന്ന് ശല്യപ്പെടുത്താതെ വന്നാൽ മതി. The editor of the newspaper made use of this situation by creating a story of his own to wreak vengeance on me. I may also add that I have put in an unblemished and long period of service and have been never called upon to explain for any alleged offence. Considering the above facts, I request that the district collector may be pleased to exonerate me from the charge leveled against me. അതാ സാർ സ്ഥലം. സ്കെച്ച് എവിടെ? ആ സ്കെച്ച് എടുക്കും. ഇതിലൊരു കുളം മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ആ മൂലയെ കാണുന്നതാണ് സാർ. എങ്ങനെ അങ്ങോട്ട് പോകും? ഇങ്ങനെ സാർ പതുക്കെ. My God. പറ്റി സാർ. ഇല്ല. ഏതാ പെണ്ണ്? അത് തുന്നൽക്കാരന്റെ മോളാണ് സാർ. അവിടെ കുളം ഉണ്ടല്ലോ അല്ലേ? ഉണ്ടുണ്ട്. ഞാൻ റിപ്പോർട്ട് ചെയ്തേക്കാം. ഇനിയിപ്പോ എങ്ങനെ കയറുന്നു? ഞാൻ പിടിക്കാം. പതുക്കെ. ചെരുപ്പ് ചെരുപ്പ്. നിങ്ങളോടാണോ? അവൾക്ക് ശാലം കുഴപ്പമുണ്ട് സാർ. ശരി, ഇന്ന് വരണേ. വണ്ടി വിടും. ആരാ അത്? ഒരു വിരുന്നുകാരനാ. അല്ല, ആരാ ഇത്? സുധനോ? വാ. നീ വന്ന കാറാ ഇത്? അതെ. നീ എന്ന് വന്നു? ഒരാഴ്ചയായി. എത്ര മാസത്തെ ലീവ് ഉണ്ട്? 2 മാസം. വരുന്നില്ലേ? ഓഫീസിൽ പോയിരിക്കുക. കുട്ടികളോ? സ്കൂളിൽ പോയിരിക്കുക. വാ ഇരിക്ക്. നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? എന്തെങ്കിലും മതി. ആ, എണീക്കടാ, കാപ്പി കഴിക്ക്. അയ്യോ ഇതൊന്നും വേണ്ട, എനിക്ക് കാപ്പി മാത്രം മതി ചേച്ചി.
അച്ഛൻ നിനക്ക് പെണ്ണന്വേഷിച്ചിരുന്നല്ലോ, എന്തായി? കല്യാണം കഴിക്കാറൊന്നും ആയിട്ടില്ല എന്നെ. ആരാ പറഞ്ഞത്? പിന്നെ നീ ചെറിയ കുട്ടിയല്ലേ? ഇത് ചേച്ചിക്ക് വേണ്ടി കൊണ്ടുവന്ന. നീ അപ്പോ എന്നെ മറന്നിട്ടില്ലല്ലേ? ചേച്ചിയെ മറക്കാനോ? നല്ല കാര്യമായി. എന്താടാ ഇത്? തുറന്നു നോക്ക്. അമ്പട വീര, നീ ഒരു ആസാമിയാണല്ലോ. ഇതിന്റെ പെണ്ണിനെ കൊണ്ട് കൊടുത്താ മതി. ചേച്ചി ഇട്ട് നോക്കേ. ഈ സാരി കൂടി ഒന്ന് കൊടുത്തിട്ട് വന്നേ, കാണട്ടെ. സുധനെ പോകുന്നു, കുറച്ചേരായി. ഇരിക്കെ. നീ എന്നാ വന്നത്? ഒരാഴ്ചയായി. സുധന് കൊടുത്തോ? കൊടുത്തു. ഞാൻ കുടിച്ചു. എന്നാലും ഒരു ഗ്ലാസ് കൂടി ആവാം. വേണ്ട ചേച്ചി. പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? തിരക്കേടില്ല. ഞാൻ പഴയ കമ്പനിയിൽ നിന്ന് മാറി. ഇപ്പൊ ഒരു ഫ്രഞ്ച് കൺസ്ട്രക്ഷൻ കമ്പനിയില. എന്താ ജോലി? ജോലി അവര് പറയുന്നതൊക്കെ ചെയ്യണം, അത്ര തന്നെ. സിമന്റ് ആക്കി നോക്കാൻ പറഞ്ഞാൽ അതും. എന്തായാലും എന്താ, നല്ലൊരു സംഖ്യ കിട്ടില്ലേ? എല്ലാം കൂടി ഒരു 4000 ദിർഹം കിട്ടും. അപ്പോ മോശമല്ലല്ലോ. ഈ 4000 ദ്രഹം എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഉണ്ടാവും? ഒരു 10000 രൂപയോളം വരും അല്ലേ? അപ്പൊ വെറുതെ അല്ല നീ കാറും വിമാനമൊക്കെ മേടിച്ച് നടക്കണതല്ലേ? എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണ്ടേ ചേച്ചി? ഓ, എങ്ങനെയാണോ? എനിക്കൊക്കെ അങ്ങോട്ട് വന്നാൽ വല്ല രക്ഷയുണ്ടോ? ഇപ്പോ ജോലി കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടായതാ. ഓ, അങ്ങനെയാണല്ലേ. പിന്നെ എന്തും ചെയ്യാനുള്ള തന്റെ ഇടം ഉണ്ടാവണം. എന്നാ വഴിയുണ്ട്. ചുരുക്കം പറഞ്ഞ ചുവടെടുക്കാൻ വരെ തയ്യാറുണ്ടാവണം എന്നർത്ഥം. സുധേട്ടാ, ഇതിപ്പോ കൊട്ടണില്ല. ഇവളുടെ കയ്യിൽ ഒരു സാധനം കിട്ടിയാൽ അത് അപ്പ തരിപ്പണമാക്കും. എന്ത് പറ്റി? അതിക്കോട്ട് നിക്കേ നോക്കട്ടെ. ഇതാണ് ഹെയർ ഡേ കോംബ്, ഗോവയിൽ എഴുതിയത്. ഇത് മറ്റേ സ്പ്രേ. അത് ശരി. നിനക്ക് നാളെ പോയാ പോരെ? അയ്യോ പറ്റില്ല. കുറെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ കത്തുകൾ കൊടുക്കാറുണ്ട്. ഗോവേട്ടനെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് എഴുതിയാ ഇത്ര നേരം കാത്തിരുന്നു. വരട്ടെ? വരട്ടെ ചേച്ചി. പോകുന്നതിനിടയ്ക്ക് വരണം കേട്ടോ. വരാം. സുധേട്ടാ, ഇനി എന്നാ വരിക? അടുത്ത തന്നെ വരാടി. വരട്ടെ? വരട്ടെ ചേച്ചി.